അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം തന്ന ഈ ജീവിതത്തെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ പ്രയത്നമാണ്. അപ്പം അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് അത് ഉയർത്താൻ കഴിയും, ദൈവമഹത്വത്തിനായി നൽകാൻ കഴിയും, ബലിയായി ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം നമ്മുടെ ഉള്ളിൽ ഉറപ്പാകും. ഹല്ലേലൂയ. എഫെസൂസുകാർക്കുള്ള ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യവും കൊളോസ്സൂസുകാർക്കുള്ള ലേഖനത്തിൽ 3:23 എല്ലാം ദൈവം തരുന്ന പ്രതിഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കത് എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ. അപ്പോൾ സഹോദരങ്ങളെ, ഇന്ന് നമ്മളിൽ പലരും ഒരു വിഷാദം നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ നിഴൽ പോലെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറും ജോലിയായിട്ടും ഈ ലോകത്തെ മാത്രമേ ലക്ഷ്യം വെച്ചും ചെയ്യുന്നത് കൊണ്ട് ആ നിത്യമായ സന്തോഷം നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞത്, നീ ദൈവമഹത്വത്തെ പ്രതി ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ നിത്യമായ സന്തോഷത്തിൻ്റെ കനൽ വരുന്നത്. ഹല്ലേലൂയ. നീ ബലിയായി ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വർഗത്തെ നോക്കി വിതയ്ക്കാൻ കഴിയുന്ന ഒരു വിത്താണത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോ ഇവിടെ എന്ത് ചെയ്താലും അപ്പോൾ ഈശോ പറയും, ഇത് എൻ്റെ അപ്പൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. പിതാവ് പറയാത്ത ഒരു കാര്യവും ഈശോ ഇവിടെ ചെയ്തിട്ടില്ല. ഈശോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിതാവ് പറഞ്ഞിട്ടുമുണ്ട്, പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ ചെയ്തിട്ടുമുണ്ട്, ഈശോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിതാവ് പറഞ്ഞിട്ടുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഈശോ ഈ പിതാവ് പറഞ്ഞതനുസരിച്ച് ജോർദാൻ ജലത്തിൽ ഇറങ്ങി സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു. ബൈബിൾ പറയുകയാണ്, അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ വന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം യേശു കേട്ടു, ഇവനെൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പിതാവ് പറഞ്ഞിട്ട് പിതാവിനെ അനുസരിച്ച് ഈശോ അത് ചെയ്തപ്പോൾ പിതാവ് മുകളിൽ നിന്ന് പറയുകയാണ്, നീ എൻ്റെ പ്രിയപുത്രനാണ്, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ദൈവപിതാവിൻ്റെ സ്വഭാവം നമുക്കിവിടെ കാണാൻ കഴിയും. ദൈവപിതാവിൻ്റെ ഒരു സ്വഭാവമാണ് അനുമോദനം നൽകുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത് ദൈവപിതാവിൻ്റെ സ്വഭാവമാണ്. ഈ ദൃശ്യപ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം ദൈവപിതാവ് എന്ത് പറഞ്ഞു? എല്ലാം നന്നായിരിക്കുന്നു.
ഉണ്ടോ? അപ്രീഷിയേറ്റ് ചെയ്തു. ഹല്ലേലൂയ. അനുമോദനം എന്നത് ദൈവപിതാവിൻ്റെ സ്വഭാവമാണ്. ഇനി നമ്മളൊന്ന് പരിശോധിച്ച്, നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ അനുമോദനം സ്വീകരിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ നമുക്ക് അനുമോദനം കിട്ടിയപ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെട്ടത്? നമ്മുടെ ഉള്ളിൽ ഒരു എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ ഊർജം നമ്മുടെ ഉള്ളിൽ കൂടുതലായിട്ട് അനുഭവപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെത്ര ക്ഷീണിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും ആരെങ്കിലും നമ്മളെ ഒന്ന് അനുമോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു എനർജി വരികയായി. ഹല്ലേലൂയ. ആ ക്ഷീണത്തെ എല്ലാം മാറ്റിക്കളയുന്ന ഒരു എനർജി നമുക്ക് കിട്ടും. സ്പോർട്സ് രംഗങ്ങളിലൊക്കെ ആളുകൾ കൈയടിച്ചും മറ്റുമൊക്കെ അനുമോദിച്ച് വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ അനുമോദനം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ പലർക്കും കൊടുക്കാറുമില്ല, നമുക്കതുകൊണ്ട് കിട്ടാറുമില്ല. ഹല്ലേലൂയ. പക്ഷേ അനുമോദനം എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്ട്രാ എനർജി തരുന്ന ഒന്നാണ്. പ്രിയപ്പെട്ടവരെയും, നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ തളർന്നിരിക്കുന്നത്? ജോലി ചെയ്ത് തളർന്നു എന്നൊക്കെ പറയാം. പക്ഷേ നമുക്ക് അനുമോദനം കിട്ടുകയാണെങ്കിലോ അപ്പം തന്നെ ആ ക്ഷീണമൊക്കെ അങ്ങ് പോകും. ഹല്ലേലൂയ. അനുമോദനത്തിൻ്റെ ഒരു പ്രത്യേകത, അനുമോദനത്തിന് നമുക്കൊരു എനർജി തരാനായിട്ട് കഴിയും. പക്ഷേ അനുമോദനത്തിൻ്റെ പ്രത്യേകത, അത് ആരാണ് നമുക്ക് അനുമോദനം തരുന്നത് അതനുസരിച്ചായിരിക്കും ആ എനർജിയുടെ വലിപ്പവും. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാളെ ഇന്ത്യൻ പ്രസിഡന്റ് അനുമോദിക്കുകയാണെങ്കിലോ അയ്യോ വല്ലാത്ത ഒരു എനർജി ആയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മളൊന്ന് ഓർത്ത് നോക്കുകയും, ദൈവപിതാവിനേക്കാൾ വലിയ ഒരാളുണ്ടോ? ആ ദൈവപിതാവിൻ്റെ അനുമോദനം നമുക്ക് ലഭിക്കും. എപ്പോഴാണത് ലഭിക്കുന്നത്? നമ്മൾ ദൈവമഹത്വത്തെ പ്രതി ചെയ്താൽ അപ്പം തന്നെ നമ്മളിലേക്ക് ദൈവപിതാവിൻ്റെ അനുമോദനം കടന്നു വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അനുമോദനം നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മളിൽ പലരും ഇന്ന് ജീവിതത്തിൽ തളർന്നിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയോ ഒരു വിഷാദം ഇങ്ങനെ കയറി പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഉത്സാഹക്കുറവുണ്ട്. വല്ലാത്തൊരു ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരവസ്ഥ, ഒരു സന്തോഷമില്ലായ്മ നമുക്കുണ്ട്. അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? ഒറ്റ മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ, ദൈവമഹത്വത്തെ പ്രതി ചെയ്യുക. ഹല്ലേലൂയ. ദൈവമഹത്വത്തെ പ്രതി ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കും. ഒന്ന്, ദൈവം നമുക്ക് ഇതിന് പ്രതിഫലം തരും എന്ന ഉറപ്പ് നമ്മുടെ ഉള്ളിൽ പതിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിത്യമായ സന്തോഷം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനുമോദനവും നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കിട്ടാനുള്ള മാർഗം എന്താണ്? ദൈവമഹത്വത്തെ പ്രതി ചെയ്യുക. ഹല്ലേലൂയ. അപ്പം നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് ബലിയായി ചെയ്യാൻ കഴിയും. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വേറെ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ കഴിയും. ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിനാണ് ബലിയായി ചെയ്യുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബലിയായി ചെയ്യുന്നത്? നന്ദിയും സ്തുതിയും പറഞ്ഞു ചെയ്യുക. ഹല്ലേലൂയ. നന്ദിയും സ്തുതിയും ബലിപ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അങ്ങനെ നന്ദിയും സ്തുതിയും പറഞ്ഞു ചെയ്യുമ്പോൾ നീ അത് സ്വർഗത്തെ നോക്കി വിതയ്ക്കുകയാണ് ചെയ്യുക. ഹല്ലേലൂയ. സ്വർഗത്തെ നോക്കി വിതയ്ക്കുന്നവൻ നിത്യ ജീവിതത്തിലേക്ക് കൊയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മുടെ ആ മടുപ്പും വിഷാദവും ഒക്കെ വിട്ടുപോകുന്നത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഈ ലോകം നമ്മളെ പരിഗണിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. ഇവിടെ ചെയ്തിട്ട് നോക്കുമ്പോൾ കാര്യമായ വിധത്തിലുള്ള ഒരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, വേണ്ട. ഹല്ലേലൂയ. പക്ഷേ നിനക്ക് നിൻ്റെ ഉള്ളിൽ നിത്യമായ സന്തോഷം നിനക്ക് അനുഭവിക്കാൻ കഴിയും. നീ ദൈവമഹത്വത്തെ പ്രതി ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിഷാദം കയറി വരും. ഇതാണ് കാര്യം. ഹല്ലേലൂയ. മൃഗങ്ങൾക്കൊന്നും ഈ വിഷാദത്തിൻ്റെ പ്രശ്നമേ ഇല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പട്ടിയും 2 ആഴ്ച കഴിയുമ്പോൾ ആരെയാണ് കടിക്കേണ്ടത് എന്ന് ഇന്ന് രാത്രിയിൽ ആലോചിച്ച് ഉറക്കം കളയാറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ആരെയാണ് കടിച്ചത് എന്ന് രാത്രിയിൽ ഓർമ്മിച്ചിരിക്കാറുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനാണ് അങ്ങനെ അപ്പുറത്തോട്ടൊക്കെ നോക്കാൻ സാധിക്കുന്നത്. അത് മനുഷ്യന് കിട്ടിയിരിക്കുന്ന കഴിവാണ്. അതെന്താ കാരണം? അവൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്. ഹല്ലേലൂയ. ആത്മാവ് നിത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന് മരണമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിത്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നമ്മുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിത്യമായ സന്തോഷം നഷ്ടപ്പെടുന്ന എല്ലാ മേഖലകളിലും എന്തോ ഒരു വിഷാദം നമ്മളെ പയ്യെ പിടികൂടും. നമുക്ക് ആ വിഷാദത്തിൽ നിന്ന് വിട്ടുമാറാനുള്ള മാർഗം ദൈവമഹത്വത്തെ പ്രതി എല്ലാം ചെയ്യുക. നീ ചെയ്യുന്നത് വെറും ഒരു ജോലിയല്ല, ഒരു ദൈവ ശുശ്രൂഷയാണ്. ഈ ജീവിതത്തെ മനോഹരമാക്കാൻ വേണ്ടി നീ ചെയ്യുന്നവയാണെങ്കിലും, ഒരു പിതാവെന്ന നിലയിലും ഒരു അമ്മയെന്ന നിലയിലും നീ ചെയ്യുന്നതാണെങ്കിലും അതെല്ലാം നിനക്ക് ബലിയായി ചെയ്യാൻ കഴിയും. ദൈവമഹത്വത്തെ പ്രതി ചെയ്യാൻ കഴിയും. ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കൊന്ന് 2 കരങ്ങളും മുകളിലേക്ക് ഉയർത്തി നമ്മുടെ ഇന്ന് വരെയുള്ള മുഴുവൻ ജീവിതത്തെയും കൈക്കുമ്പിളിലെടുത്ത് ദൈവമഹത്വത്തെ പ്രതി നമുക്ക് ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ പത്രോസ് ജയിലിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഒരു മാലാഖ വന്ന് പത്രോസിനെ കുലുക്കി വിളിച്ചെഴുന്നേൽപ്പിച്ചു. ആ എഴുന്നേൽപ്പ് ഒരു ജയിലിൽ നിന്നുള്ള മോചനമായിരുന്നു, ഒരു ചങ്ങലയിൽ നിന്നുള്ള വിടുതലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് 2 കരങ്ങളും മുകളിലേക്ക് ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിന്ന് ഒരു നിമിഷം നിന്ന് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി. ഇപ്പം ചിലർ ഇവിടെ കിടന്ന് അധ്വാനിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ വലിയ കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല. അപ്പം അത് ഓർക്കുമ്പം ഒരു വല്ലാത്ത വിഷാദം അവർക്ക് അനുഭവപ്പെടും. ആ വിഷാദം എന്ന് മാറിക്കിട്ടുമോ? ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. ഇത് എൻ്റെ ദൈവം പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. ദൈവത്തിൽ നിന്ന് എനിക്കിതിന് പ്രതിഫലമുണ്ടായി. ഈ ഒരു ബോധ്യം മനസ്സിലേക്ക് വന്നിട്ട് അത് ദൈവമഹത്വത്തിനായിട്ട് അങ്ങ് ചെയ്യുക. എന്നിട്ട് നന്ദിയും സ്തുതിയും പറഞ്ഞ് ദൈവത്തിൻ്റെ പക്കലേക്ക് കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെ നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടോ നിത്യമായ സന്തോഷത്തിൻ്റെ കനലുകൾ വരും. ആ കനലിൻ്റെ പ്രകാശത്തെ മരണത്തിന് പോലും കടത്താൻ പറ്റിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്തരം കനലുകളാണ് നമുക്ക് വേണ്ടത്. ആ കനൽ നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമുക്ക് ഈ വിഷാദം നമ്മളെ കയറി പിടിക്കും.
വിഷാദം കയറി പിടിക്കുമ്പോൾ എന്തുണ്ടാകും? അപ്പം നമ്മൾ വീണ്ടും വീണ്ടും താൽക്കാലിക സന്തോഷത്തിൻ്റെ പുറകെ ഓടാൻ തുടങ്ങും. പ്രൈസറവാണ്. അതുകൊണ്ടാണ് പല ആളുകൾക്കും മദ്യം കഴിച്ചാൽ പലതും ചെയ്യാൻ പറ്റുള്ളൂ. ചിലർക്കൊക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നന്ദി സ്തോത്രം പറഞ്ഞ് ചെയ്യാൻ പഠിക്കൂ. ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. ഒരിക്കൽ ഒരു കുടുംബനാഥൻ ചന്തയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിലേക്ക്. എന്നിട്ട് പുള്ളിക്കാരൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. മടങ്ങി വന്ന ശേഷം പുള്ളിയെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എടീ, ഞാനിന്ന് 50 രൂപ ലാഭിച്ചു എന്ന്. അപ്പോൾ ഭാര്യ ചോദിച്ചു, അതെങ്ങനെയാ? അതോ, ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ബസ്സിൽ കയറാതെ ബസ്സിൻ്റെ പുറകെ ഓടി ഓടി വീട്ടിലേക്ക് പോന്നു. ഹല്ലേലൂയ. 50 രൂപയുടെ ലാഭം. ഹല്ലേലൂയ. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളോളം മണ്ടൻ ഭൂമിയിലില്ല. നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ബസ്സിൻ്റെ പുറകെ ഓടി എന്ന് ചിന്തിക്കാതെ ഒരു കാറിൻ്റെ പുറകെ ഓടി എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ 500 രൂപയുടെ ലാഭം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതായാലും നിങ്ങൾ ഓടി. എന്തിനാ നിങ്ങൾ ഈ ബസ്സൊക്കെ വയ്ക്കുന്നത്? ഹല്ലേലൂയ. ഒരു കാറിൻ്റെ പുറകെ ഓടിയെന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ 500 രൂപയുടെ ലാഭം ഉണ്ടായേനെ. ഹല്ലേലൂയ. ഏതായാലും നമ്മൾ ഇതൊക്കെ ചെയ്യണം. ഹല്ലേലൂയ. ദേ ബലിയായി ചെയ്ത് നന്ദിയും സ്തുതിയും പറഞ്ഞ് തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുത്ത്, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കണ്ടോ, അതിനൊക്കെ നിത്യതയെ തൊടാൻ കഴിയും. അതാണ് നന്ദി പ്രാർത്ഥനയുടെ പ്രത്യേകത. അതാണ് നിത്യതയെ അത് തൊടും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തെ തൊടുവത്. ഹല്ലേലൂയ. ദൈവത്തെ തൊടുന്നതിനാണ് രക്ഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവർ അനുഗ്രഹം സ്വീകരിച്ച് മടങ്ങി പോകുന്ന വഴിക്ക് അവരെല്ലാം തിരിച്ചറിയുന്നു, സൗഖ്യം കിട്ടി. അപ്പോൾ വിജാതീയനായ ഒരു വ്യക്തി മടങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് നന്ദി പറഞ്ഞു. അപ്പോൾ ഈശോ ചോദിച്ചു, ബാക്കി 9 പേരെവിടെ? സുഖം പ്രാപിച്ചവർ 10 പേരല്ലേ? എന്നിട്ട് ഈശോ പറഞ്ഞു, ഇതാ നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റവർക്ക് രോഗസൗഖ്യം കിട്ടി. ഇവനോ നന്ദി പറഞ്ഞപ്പോൾ അവന് രോഗസൗഖ്യം മാത്രമല്ല രക്ഷയും കിട്ടി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മരണത്തിന് അപ്പുറത്തേക്ക് നീളുന്ന സന്തോഷം. സ്വർഗം എന്ന് പറഞ്ഞാൽ നിത്യമായ സന്തോഷം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ. ആ നിത്യമായ സന്തോഷം, ആ സ്വർഗത്തിൻ്റെ സന്തോഷം നമുക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയും. ഒറ്റ മാർഗമേ ഉള്ളൂ, നന്ദിയും സ്തുതിയും പറഞ്ഞ് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ കൈയടിച്ചേ. അപ്പോൾ മാതൃത്വവും പിതൃത്വവും ഒരു ദൈവ ശുശ്രൂഷയാണ്. ദൈവത്തിൽ നിന്ന് പ്രതിഫലമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കറിയാം, ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അവർ പോയി ചില സ്കാനിങ് ഒക്കെ പോയി നടത്തും. അപ്പം ചിലപ്പോൾ ഡോക്ടർ പറയുകയാണ്, കൊച്ചിൻ്റെ വളർച്ചയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, ആ കുഴപ്പമുണ്ട്, ഈ കുഴപ്പമുണ്ടെന്ന്. ഹല്ലേലൂയ. അതങ്ങ് കേട്ട് കഴിയുമ്പോൾ തന്നെ അമ്മയുടെ മനസ്സ് മുഴുവൻ ദുഃഖത്തിലായി. അമ്മയുടെ മനസ്സ് ദുഃഖത്തിലായാൽ എന്താണ്? ആ അമ്മയുടെ വിചാരങ്ങളാണ് കൊച്ചിന് കിട്ടുക. പുക്കിൾ കൊടിയിലൂടെ കൊച്ച് അമ്മയുടെ വിചാരങ്ങൾ ആ സമയത്ത് തന്നെ ഒപ്പിയെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞിന് വേണ്ടത് സന്തോഷമാണ്, സ്നേഹത്തിൻ്റെ അനുഭവമാണ്, അല്ലാതെ ദുഃഖമല്ല. പക്ഷെ അമ്മയുടെ മനസ്സെന്താണ്? ദുഃഖത്തിൽ. അതാണോ കൊച്ചിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത്? അപ്പോൾ ഈ ഒരു ന്യൂസ് കേട്ടു, അന്നും പോലെ തള്ള ദുഃഖത്തിലായി. ഹല്ലേലൂയ. എന്നാൽ നേരെ മറിച്ച് ഞാൻ ചെയ്യുന്നത് ഒരു ദൈവ ശുശ്രൂഷയാണ്.
ദൈവത്തിൻ്റെ കുഞ്ഞിനെയാണ് ഞാൻ വളർത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞ് എങ്ങനെ ഇരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചോളൂ. എനിക്കത് നോക്കേണ്ട കാര്യമില്ല. ദൈവം എന്ത് തന്നാലും ഞാനത് സ്വീകരിക്കും. അപ്പോൾ ഈ ഒരു മനസ്സ് ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാലോ ഒരു ദുഃഖവും ഈ അമ്മയെ പിടികൂടുകയില്ല. അപ്പം ഞാൻ ദൈവ ശുശ്രൂഷയാണ് ചെയ്യുന്നത് എന്ന ബോധം ആ സ്ത്രീയെ ആ ഗർഭകാലം മുഴുവനും മനസ്സിൽ സമാധാനം സൂക്ഷിക്കാൻ ഇടയാക്കും. ഹല്ലേലൂയ. ഇനി ഗർഭകാലത്ത് കൂടെയുള്ളവർ ആരും അവരെ വേണ്ടതുപോലെ പരിഗണിച്ചില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായെന്ന് വിചാരിച്ചു. അപ്പോഴും ഈ സ്ത്രീക്ക് മനസ്സിനെ സമാധാനത്തിൽ സൂക്ഷിക്കാൻ കഴിയും. കാരണം അവർ കണ്ടാലും കണ്ടില്ലേലും, അവർ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും ദൈവത്തിൻ്റെ കുഞ്ഞിനെയാണ് ഞാൻ വഹിക്കുന്നതും ഞാൻ വളർത്തുന്നതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഉള്ളിൽ ആനന്ദം അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇതൊരു ദൈവ ശുശ്രൂഷയാണെന്നുള്ള ബോധ്യത്തോടു കൂടി കഴിഞ്ഞാൽ ഉള്ളിൽ സമാധാനം സൂക്ഷിക്കാൻ കഴിയും. അവസാനം കൊച്ചിനെ പ്രസവിച്ചു കഴിയുമ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. ഹല്ലേലൂയ. കാരണം അമ്മ സന്തോഷത്തിനും ആനന്ദത്തിനും ആകുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു മെഡിസിനോ ആഹാരമോ കൊച്ചിന് അതിനേക്കാൾ വലുതില്ല. ഹല്ലേലൂയ. അപ്പോൾ കൊച്ചിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആഹാരം അമ്മയുടെ സന്തോഷമാണ്. ആ സന്തോഷം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഇതൊരു ദൈവ ശുശ്രൂഷയാണ് എന്ന ബോധത്തിൽ നിന്ന്. ആ ബോധം എങ്ങനെയാണ് അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത്? നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്ദിയും സ്തുതിയും പറഞ്ഞ് ചെയ്യുക. ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഇതാ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നു. നമുക്കറിയാം ഏത് പ്രസവവും ഒരു കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അമ്മയുടെ ഗർഭപാത്രത്തിൽ സുഖമായി കഴിയുകയാണ്. അങ്ങനെ ഏറ്റവും സുഖകരമായ സ്ഥലത്തു നിന്നാണ് നിരവധി ചലഞ്ചസ് ഉള്ള വെല്ലുവിളികളുള്ള ഈ ഭൂമിയിലേക്ക് പിറക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കുഞ്ഞും ഈ ഭൂമിയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അമ്മ സമയമാകുമ്പോൾ മസിൽ കൊണ്ട് തള്ളി ബലമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ വഴി എടുക്കുന്നു. ഇതെല്ലാം ബലമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് പിറക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഒരു റിജക്ഷൻ്റെ മുറിവുണ്ട്, അവഗണനയുടെ മുറിവ് കിടപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിക്കുക. ഒരു വ്യക്തി വളരെ സുഖകരമായിട്ടൊരു കസേരയിൽ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ആരെങ്കിലും 2-3 പേര് ചെന്ന് ആ വ്യക്തിയെ എടുത്ത് കൊണ്ടുപോയി ഒരു തറയിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് എന്തായിരിക്കും തോന്നുക? എന്നെ അവഗണിച്ചു എന്നായിരിക്കും തോന്നുക. ഹല്ലേലൂയ. ഈ അവഗണനയുടെ മുറിവ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് അവഗണിച്ചാൽ നമുക്കങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, എന്നെ തള്ളിക്കളഞ്ഞു, എന്നെ മാത്രം മാറ്റി നിർത്തി, എന്നെ അറിയിച്ചില്ല, എന്നോട് ആലോചന ചോദിച്ചില്ല, എന്നെ മനഃപൂർവ്വം ഒഴിവാക്കി. ഇതൊക്കെ അതിൽ തന്നെ അതൊന്നും അല്ലെങ്കിൽ പോലും നമുക്കെന്തോ ഭയങ്കരമായ ഒരു വേദനയാണ്. ഹല്ലേലൂയ. ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തൊരു വേദനയാണ്. ഹല്ലേലൂയ. ആ വേദനയുടെ ഉത്ഭവം നമ്മുടെ ജന്മത്തിൽ തന്നെ കിടക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു റിജക്ഷൻ്റെ മുറിവുണ്ട്. അതുകൊണ്ട് പിന്നീട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അവഗണനയ്ക്കും ഈ ജന്മത്തിൻ്റെ ഈ മുറിവുമായി ബന്ധമുണ്ട്.
ഹല്ലേലൂയ. ആ മുറിവ് ഉണങ്ങുന്നുണ്ടെങ്കിലും ആ മുറിവിൻ്റെ ഓർമ്മ ഇങ്ങനെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അത് ഓരോ അവഗണന വരുമ്പോഴും അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര്